ഡബിൾ മൈൻഡോട് കൂടിയിട്ടാണെങ്കിൽ നമ്മൾ നേരെ വിട്ടു കണ്ണേങ്കാവ് പൂരത്തിന്. നമ്മുടെ വല്യമ്മ നമ്മളതിനെ വീട്ടിലേക്ക് വിളിച്ച കാരണം നേരെ അങ്ങോട്ട് പോയിട്ട് നല്ല ഫുഡടി കഴിഞ്ഞതിന് ശേഷമാണ് പൂരം കാണാൻ ഇറങ്ങിയത് കേട്ടോ. വയറ് നിറയെ കഴിച്ചുകൊണ്ട് പാമ്പ് ഇര വിഴുങ്ങിയ പോലെയാണ് അവിടെ പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. തുടക്കം തന്നെ അവരുടെ അവിടുത്തെ വരവായിരുന്നു കേട്ടോ, എന്തോ ചെണ്ടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കണ്ണേങ്കാവ് പൂരത്തിന് പോകണം കേട്ടോ. ഈ പൂരത്തിന് പോണത് എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടപ്പെട്ട കാര്യമൊന്നുമല്ല കേട്ടോ. പിന്നെ ഞാൻ ഇതുവരെ കണ്ണേങ്കാവ് പൂരം കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞ ഒരു കരിങ്കാളി പൂരമാണ്, ഫുള്ള് കരിങ്കാളിയായിരുന്നു. എല്ലാ വീട്ടിൽ നിന്നും കരിങ്കാളികളുണ്ടായിരുന്നു. കരിങ്കാളീനെ കാണാത്തൊരു സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പൂരപ്പറമ്പിൽ എത്തിയപ്പോഴാണെങ്കിലോ ആനയ്ക്ക് മതിളകി ഗായ്സ്, ആന ഇതാ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. പാവണ്ട ആനപ്പാപ്പ കേട്ടോ അത്. ഞാനൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തിരുന്നു. പിന്നെ വീട്ടിൽ ചെന്ന് ഫുഡടിയോട് ഫുഡടി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ പൂരപ്പറമ്പ് കാണാൻ വിട്ടു. അത്യാവശ്യം കരിങ്കാളിയല്ലാതെ വേറെയും കുറേ വരവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് ഞങ്ങൾ ആഹ്ലാദിച്ചു. ഇന്നലെ നമ്മൾ കോഴിക്കോട് പോയിട്ട് കുറേ നടന്നുകൊണ്ട് തന്നെ ഇന്നും കുറേ നടന്നപ്പോൾ എനിക്ക് തീരെ വയ്യായിരുന്നു ഗൈസ്. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് അവശതയായി ഗൈസ്. വീട്ടിലേക്ക് പോയി പിന്നെ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ.